റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സിനിമാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ജി സുരേഷ് കുമാർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെ വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം തേടാനൊരുങ്ങുന്നു നേതൃത്വം. കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ആന്റണി പെരുമ്പാവൂർ നടത്തിയത് അച്ചടക്ക ലംഘനമാണെന്നും സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ പറഞ്ഞെന്നുമാണ് വിലയിരുത്തൽ. അതേസമയം തർക്കത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇടപെട്ടു. ഫോണിൽ വിളിച്ച് അനുനയ നീക്കത്തിൽ ശ്രമിച്ചെങ്കിലും സുരേഷ് കുമാർ വഴങ്ങിയിട്ടില്ല എന്ന വിവരങ്ങൾ സൈഫിനിസ് ആലിയാർ നൽകും. സൈഫിനിസ, ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണോ? സ്മൃതി, കാരണം കാണിക്കൽ നോട്ടീസ് ആന്റണി പെരുമ്പാവൂരിന് നൽകാനാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. നിലവിൽ പ്രസിഡന്റായ ആൻഡോ ജോസഫ് അവധിയിലാണ്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറിന് തന്നെയാണ് ഈ പ്രസിഡന്റ് അടക്കം ചുമതലകൾ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത്. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിനെ തുടർന്ന് ആന്റണി പെരുമ്പാവൂർ നടത്തിയിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് അച്ചടക്ക ലംഘനമാണ്. സംഘടനയ്ക്കകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് സംഘടനയ്ക്കുള്ളിൽ പറയണം. അതല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറയുകയും പിന്നീട് മറ്റ് സംഘടനകൾ ആവശ്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റണി പെരുമ്പാവൂരിന് അച്ചടക്ക ലംഘനത്തിന് നോട്ടീസ് നൽകാൻ, കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് നേരത്തെ ചാനൽ ചർച്ചകളിലടക്കം റിപ്പോർട്ടർ ടിവിയോടക്കം വന്ന് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനിലെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതിനുശേഷവും സാന്ദ്ര തോമസിനെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും പിന്നീട് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ രീതിയിൽ തന്നെയാകും ആന്റണി പെരുമ്പാവൂരിനോടുമുള്ള നടപടി എന്നുള്ളതാണ് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നേതൃത്വം പറയുന്നത്. കാരണം അച്ചടക്ക ലംഘനം നടത്തിയത് സാന്ദ്ര തോമസും ആന്റണി പെരുമ്പാവൂരും ഒരേ രീതിയിലാണ്. അതുകൊണ്ട് രണ്ടുപേരുടെ കാര്യത്തിൽ രണ്ട് നീതി നൽകാനാവില്ല, ഒരേ നീതി തന്നെയായിരിക്കും നടപ്പാക്കുക എന്നുള്ളതാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിനോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് ആ നോട്ടീസിന് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് നൽകുന്നതെങ്കിൽ അടുത്ത നടപടി നോക്കും. എന്തായാലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായ രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഈ വിഷയത്തിൽ ഇടപെട്ടു. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറിനെ ഫോണിൽ വിളിച്ച് ഈ വിഷയത്തിൽ അനുനയ നീക്കങ്ങൾക്ക് മമ്മൂട്ടിയും മോഹൻലാലും ശ്രമിച്ചു. പക്ഷേ അതിന് സുരേഷ് കുമാർ തയ്യാറല്ല. വിവിധ സംഘടനകളുമായി കൂടിയാലോചിച്ച് സംഘടനയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയതുകൊണ്ട് താൻ പറഞ്ഞതാണ്. സ്വന്തം അഭിപ്രായമല്ല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സമരം തീരുമാനിച്ചതും ഒപ്പം തന്നെ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത് സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സംഘടനയിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച എന്ന് പറയുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമയുടെ ബജറ്റ് പറഞ്ഞു എന്നുള്ളതാണ്. അത് ആന്റണി പെരുമ്പാവൂർ തന്നെ വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് പറയുകയും താൻ വീഡിയോ നീക്കം ചെയ്യിക്കുകയും ചെയ്തതാണ്. അതിനുശേഷവും ആന്റണി പെരുമ്പാവൂർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കുറിപ്പിട്ടത് ശരിയായില്ല എന്ന നടപടിയാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ഒപ്പം തന്നെ മോഹൻലാൽ അതിനെ പിന്തുണച്ചതോ തന്നെ വിഷമിപ്പിച്ചു എന്നുമാണ് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ പറയുന്നത്.